എല്ലാവരും കേട്ടോ. നല്ല പടമാണ്. വെരി വെരി ഇൻറ്റൻസ്, വെരി ബിലീവബിൾ, ക്രെഡിബിൾ പെർഫോമൻസസ്. നല്ല പടമാണ്. ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്ന പടമാണ്. ഡയലോഗ് കൊണ്ടുള്ള കളിയല്ല, ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ദിലീഷ് പോതൻ അതേപോലെ തന്നെ റോഷൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നമ്മൾ പോലീസുകാർ എപ്പോഴും വെറുക്കുമല്ലോ പല കാര്യങ്ങളും, പക്ഷെ കാണണം എല്ലാവരും കേട്ടോ. നല്ല പടമാണ്. പടത്തിൻ്റെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഷായി സാറിനെ പോലെയുള്ള ഒരു ഡയറക്ടറുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇനിയും സാറിൻ്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ദിലീഷ് പോതൻ അതേപോലെ തന്നെ റോഷൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കാര്യമില്ലാകും എനിക്ക് തോന്നിയില്ല. പിന്നെ ക്ലൈമാക്സൊക്കെ എത്തിയപ്പോൾ ശരിക്കും നമ്മളാ പടത്തിനോട് എന്താ ലയിച്ച് ചേരുക എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ, നൈറ്റ് പെട്രോളിങ് അങ്ങനത്തെ, പിന്നെ അവിടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പല പല രീതികളും അതൊക്കെയാണ് ശരിക്കും പടം എടുത്ത് കാട്ടിക്കുന്നത്. എന്തായാലും ശരിക്കും തിയേറ്ററിൽ കാണാവുന്ന ഒരു പടമാണ്. അതെ, അവരുടെ കോമ്പിനേഷൻ പടം ഫുള്ളും മുഴുവനും അവരുടെ രണ്ടുപേരുടെ ഒരു പോലീസ് സ്റ്റോറി അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് മൊത്തമായിട്ട് നടക്കുന്നത്. എന്തായാലും കൊള്ളാം. നല്ലായിരുന്നു, സന്തോഷമുണ്ട്. നല്ല പടമാണ്. ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്ന പടമാണ്. ഷായിഖിന് നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് നല്ല മേക്കിംഗ് ആണ്. നല്ലൊരു പോലീസ് മൂവിയാണ്. ഇമോഷണലി കണക്റ്റ് ആവുന്നൊരു മൂവിയാണ്. ആൻഡ് സോ ഹാപ്പി. റോഷൻ ചേട്ടനും ദിനേശ് ചേട്ടനും നല്ല പെർഫോമൻസ് ആണ്. സോ ഗുഡ്. ആൻഡ് നിങ്ങളെല്ലാവരും പടം കാണണം. താങ്ക് യു സോ മച്ച്. യെസ് യെസ്. റോഷൻ ചേട്ടനും ദിനേശ് ചേട്ടനും സൂപ്പർ പെർഫോമൻസ് ആണ്. അടിപൊളിയായിരുന്നു. ആൻഡ് റോഷൻ ചേട്ടൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് ഒരു മൂവിയിൽ ചക്കപ്പച്ച മൂവിയിൽ ഭാഗമാകാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. രഞ്ജി പണിക്കറിൻ്റെ പോലെ ഭയങ്കര ഡയലോഗുകളുള്ള കഥകളല്ല, ഒരു റിയലിസ്റ്റിക് ഫീലിംഗ് ആണ് അതിനകത്തുണ്ടായിട്ട്. ഇമോഷണലി ഭയങ്കര ടച്ച് ചെയ്യുന്നുണ്ട്. പഴയ രഞ്ജി പണിക്കറിൻ്റെ ആ ഒരു ഡയലോഗ് കൊണ്ടുള്ള കളിയല്ല, ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി. പിന്നെ വളരെ ടച്ച് ചെയ്യുന്നുണ്ട്, ഇമോഷണലി ഭയങ്കര ടച്ച് ചെയ്യുന്നുണ്ട്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തതാണ്. എനിക്കൊരു ആക്ഷൻ ഹീറോ ബിജു പോലത്തെ ആ ഒരു പോലീസിൻ്റെ ഒരു നൈറ്റ് പെട്രോളിംഗ് സ്റ്റോറി ആൻഡ് ക്ലൈമാക്സ് വാസ് ലൈക്ക് ദിലീഷ് പോതൻ എൻ്റെ അമ്മ ഫട്ടെ ആക്ടിങ്. സൂപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മൂവി, ഒരു പോലീസുകാരുടെ നൈറ്റ് പെട്രോളിംഗ് കഥ. ആൻഡ് ക്ലൈമാക്സ് വാസ് സോ ഡിസ്റ്റർബിങ്. കൂടുതലെന്ന് പറയാനില്ല. ദിലീഷ് പോതൻ രണ്ടുപേരുമായിട്ട് റോഷൻ രണ്ടുപേരുണ്ട്, പക്ഷേ ദിലീഷ് പോത്തൻ്റെ എൻ്റെ അമ്മ ഫട്ടെ. ഞാനങ്ങനെ ആരുമായിട്ട് സംസാരിച്ചില്ല, ഏറ്റവും പുറകിലായിരുന്നു. ഹാപ്പിയാണ്. ആൾക്കാരുടെ റെസ്പോൺസസ് ഒക്കെ അറിയാൻ വെയിറ്റിംഗ് ആണ്. ഇപ്പോഴത്തെ ഷോയിലെ റെസ്പോൺസിൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഇന്നത്തെ ബാക്കി ഷോസും ഒക്കെ കഴിയട്ടെ, അപ്പോഴല്ലേ നമുക്ക് കാര്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, ടീമിലെ ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ്. ജനറൽ ഓഡിയൻസസ് കാണട്ടെ. എനിക്ക് പേഴ്സണലി ഷാഹി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വർക്കുകളിൽ ഒരെണ്ണമാണ് ഇത്. ഞാൻ ഭാഗമായിട്ടുള്ളൊരു സിനിമയിൽ അങ്ങനെ പറയുന്നതിൻ്റെ ഒരു ഓക്വേർഡ്നെസ് ഉണ്ട്. പക്ഷേ ഷാഹിക്ക് വേണ്ടിയിട്ടുള്ളതാണ് സന്തോഷം കൂടുതലും. താങ്ക് യു. ഡെഫിനറ്റ്ലി. പിന്നെ ഇതൊരു ടിപ്പിക്കൽ പ്രൊസീജറൽ ഫിലിം അല്ലല്ലോ. ഇത് പോലീസുകാരുടെ ജീവിതത്തിലെ കുറേ സംഭവങ്ങൾ കോർത്തിണക്കിയിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പോൾ അവരെ ഭയങ്കരമായിട്ട് ഹ്യൂമനൈസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. ഇറ്റ് ലീവ്സ് യു വിത്ത് സം ഇൻറ്റൻസ് ഫീലിങ്സ്. പ്രോസസ്സ് ചെയ്തിട്ടില്ല മുഴുവൻ, എല്ലാം ക്ലിയർ ആയിട്ട് പറയാൻ അറിയില്ല. ബട്ട് ഇറ്റ്സ് എ റിയലി ഗുഡ് ഫിലിം. പ്ലീസ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. വെരി വെരി ഇൻറ്റൻസ്, വെരി ബിലീവബിൾ, ക്രെഡിബിൾ പെർഫോമൻസസ്. എന്തോ ഡെഫിനറ്റ്ലി ഗോ ടു ദി തിയേറ്റർ. നല്ല സിനിമകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.